നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട എ.ആർ. റഹ്മാൻ്റെ ജന്മദിനമാണെന്ന്. അപ്പോൾ എ.ആർ. റഹ്മാൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതം, എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ഒരു കരിയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ആർ.കെ. ശേഖർ എന്ന് പറയുന്ന വലിയൊരു കലാകാരൻ്റെ മകനായിട്ടാണ് എ.ആർ. റഹ്മാൻ ജനിക്കുന്നത്. അന്ന് എ.ആർ. റഹ്മാൻ അല്ല, ദിലീപാണ്. അപ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ എന്താ പറയുക, അച്ഛൻ്റെ ഒരു കഴിവ് കിട്ടിയ ഒരു മകൻ തന്നെയാണ്. ചെറുപ്പം മുതലേ ഈ പറഞ്ഞ പോലെ കീബോർഡിനോടൊക്കെ വളരെ ഒരു പ്രിയമായിരുന്നു. അങ്ങനെ അച്ഛൻ്റെ കൂടെ സ്റ്റുഡിയോസിലൊക്കെ പോവും. അങ്ങനെയൊക്കെയാണ് അദ്ദേഹം മ്യൂസിക്കിനോടുള്ള ഒരു താല്പര്യം തുടങ്ങിയത്. പക്ഷെ ആർ.കെ. ശേഖർ എന്ന് പറയുന്ന മ്യൂസീഷ്യൻ, അദ്ദേഹം മ്യൂസിക് ഡയറക്ഷനെക്കാട്ടും കൂടുതൽ അദ്ദേഹം മറ്റു പല മ്യൂസിക് ഡയറക്ടേഴ്സിന് വേണ്ടിയിട്ടുള്ള എന്താ പറയുക, അവരുടെ ഒരു പ്രോഗ്രാമിംഗ് ഒക്കെ ചെയ്യുന്ന അങ്ങനെയുള്ള ഒരു കണ്ടക്ടർ എന്നൊക്കെ പറയുക, ആ ഒരു മേഖലയിലാണ് അദ്ദേഹം ഒരുപാട് വിലസിയിരുന്നത്. ശരിക്കും എന്നാൽ അത് ഭയങ്കര ബിസി ആയിരുന്നു അദ്ദേഹം. അപ്പോൾ ചെറുപ്പകാലത്തൊക്കെ എ.ആർ. റഹ്മാനൊക്കെ പറയുമ്പോൾ അദ്ദേഹം അച്ഛനൊന്നും അധികം വീട്ടിൽ കണ്ടിട്ടില്ല. അദ്ദേഹം സ്ഥിരമായിട്ട് വർക്ക് ചെയ്യുന്നവർ, എന്താ പറയുക, സ്റ്റുഡിയോസിൽ തന്നെ പോവുക, അവിടുത്തെ എന്താ പറയുക, വല്ലപ്പോഴും വീട്ടിൽ വരിക, ഭയങ്കര ബിസി ആയിട്ടുള്ള ഒരു അച്ഛനെ കണ്ട വളർന്നതാണ് എ.ആർ. റഹ്മാൻ. വളരെ ആകസ്മികമായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം. അന്ന് എ.ആർ. റഹ്മാന് വെറും 9 വയസ്സേ പ്രായമുള്ളൂ. സഹോദരിമാരുണ്ട്, അമ്മയുണ്ട്. അപ്പോൾ അന്ന് എ.ആർ. റഹ്മാൻ സ്കൂളിൽ പഠിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ പക്ഷേ ഇവർക്ക് സാമ്പത്തികമായിട്ടും ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അന്ന് അദ്ദേഹം, നമുക്കറിയാം, പണ്ടത്തെ കാലത്തൊക്കെ ഒരുപാട് കലാകാരന്മാർ, ഭയങ്കര അറിയപ്പെടുന്ന കലാകാരന്മാരാണ്, വളരെ ബിസി ആയിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. പക്ഷേ ഇവർ മരിച്ച ശേഷം ഇവരുടെ ഒരു കുടുംബത്തിന് ഒന്നുമില്ലാതെ പോകുന്ന ഒരു അവസ്ഥ. അത് ചിലപ്പോൾ റെമ്യൂണറേഷനൊക്കെ വളരെ കുറവായിരിക്കാം, അല്ലെങ്കിൽ റെമ്യൂണറേഷൻ ചോദിച്ച് വാങ്ങാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ദൂർത്തടിച്ച് കളഞ്ഞതുകൊണ്ടായിരിക്കും. പല കാരണങ്ങളുണ്ട്. പക്ഷേ ഇദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു. ഇദ്ദേഹം അങ്ങനെ ഭയങ്കര ഒരു എന്താ പറയുക, ദൂർത്തടിക്കുന്ന ഒരു വ്യക്തിയൊന്നും അല്ലായിരുന്നു എന്നുള്ളതൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എന്തായാലും അദ്ദേഹം വിചാരിച്ച പോലെ ഒന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. പിന്നീട് ഇദ്ദേഹത്തിൻ്റെ കുറച്ച് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഇവർ റെന്റിന് കൊടുത്തു. അങ്ങനെയൊക്കെയാണ് അന്ന് ജീവിതം മുന്നോട്ട് പോയത്. പിന്നെ എ.ആർ. റഹ്മാൻ ഈ കഴിവുള്ളത് കൊണ്ട് ആർ.കെ. ശേഖർ എന്ന് പറയുന്ന വ്യക്തിയോടുള്ള ഒരു താല്പര്യം കൊണ്ടും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായ ഈ പറയുന്ന അർജുനൻ മാഷും അതുപോലെ തന്നെ ഇളയരാജയൊക്കെ എ.ആർ. റഹ്മാനെയൊക്കെ കൂടെ കൂട്ടിയിരുന്നു. എന്നിട്ട് ഇവർക്ക് സ്ഥിരമായിട്ട് ഈ പറഞ്ഞ പോലെ 10 വയസ്സും 11 വയസ്സുള്ള എ.ആർ. റഹ്മാനാണ് അന്ന് ഇവർക്കൊക്കെ വേണ്ടി കീബോർഡ് വായിക്കാനും പ്രോഗ്രാമിംഗ് വായിക്കാനും. പിന്നെ അന്നും ഈ പറയുന്ന പോലെ ടെക്നോളജി ഒന്നും അധികം വളരാത്ത സമയത്ത് പോലും അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിൽ മനോഹരമായിട്ട് ടെക്നോളജി യൂസ് ചെയ്തിട്ട് അതിൽ എന്താ പറയുക, ഈ പറഞ്ഞ പോലെ ഒരു കമ്പ്യൂട്ടർ പരിപാടികളൊക്കെ അന്ന് ഇതിലൊക്കെ കൊണ്ടുവന്ന ആദ്യമായിട്ട് എ.ആർ. റഹ്മാനാണ്. അപ്പോൾ എ.ആർ. റഹ്മാൻ ഇവരെല്ലാവർക്കും ഭയങ്കര പ്രിയപ്പെട്ടതാണ്. അപ്പോൾ അമ്മ, ഈ പറഞ്ഞ എ.ആർ. റഹ്മാൻ്റെ അമ്മ അന്ന് പലപ്പോഴും രാത്രിയൊക്കെ സ്റ്റുഡിയോസിൽ വർക്കായിരിക്കും. അപ്പോൾ രാത്രി വർക്ക് കഴിഞ്ഞ് അവരുടെ വണ്ടിയിൽ സ്കൂൾ മുറ്റത്ത് കൊണ്ടുവന്ന് എ.ആർ. റഹ്മാനെ ഇറക്കി വിടും. എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് അമ്മ ഭക്ഷണം കൊടുക്കും. എ.ആർ. റഹ്മാൻ സ്കൂൾ യൂണിഫോം അവിടെ വെച്ച് മാറ്റും. അങ്ങനെ സ്കൂളിൽ പോകും. പക്ഷെ ഈ പറഞ്ഞ എ.ആർ. റഹ്മാൻ പോയാൽ ഈ മ്യൂസിക്കുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്താൽ മാത്രമേ ഇവർക്ക് കുടുംബം മുന്നോട്ട് പോകാൻ സാധിച്ചിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എ.ആർ. റഹ്മാൻ്റെ സ്കൂൾ പഠിത്തം നിർത്തേണ്ടി വന്നു. പിന്നീട് പൂർണ്ണമായിട്ടും എ.ആർ. റഹ്മാൻ മ്യൂസിക്കിലോട്ട് തിരിഞ്ഞു. അന്ന് ഔസേപ്പച്ചനൊക്കെ മ്യൂസിക് ചെയ്യുമ്പോൾ പലപ്പോഴും മലയാള സിനിമയ്ക്ക്, പ്രത്യേകിച്ച് റാംജി റാവു സ്പീക്കിങ്ങിൻ്റെ ഒക്കെ റീ റെക്കോർഡിങ്ങിൽ നമ്മൾ ആ ഒരു കളിക്കളം എന്ന് പറഞ്ഞ ഒരു പാട്ടും അതിൻ്റെ പോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ അതിലൊക്കെ കീബോർഡ് വായിച്ചിരിക്കുന്നത് എ.ആർ. റഹ്മാനാണ്. അന്ന് ശിവമണി ഉണ്ട് ഇതുപോലെ തന്നെ ഔസേപ്പച്ചനോട്. ഔസേപ്പച്ചൻ ഇന്നും പറയും, അന്ന് ആ ഒരു സിനിമയുടെ മ്യൂസിക് നിങ്ങളൊന്ന് കേട്ട് കഴിഞ്ഞാൽ വളരെ ലിമിറ്റഡ് റിസോഴ്സസിൽ വെച്ചിട്ട് അത്ര ഗംഭീരമായിട്ട് ചെയ്യാൻ സാധിച്ചത് ഈ പറഞ്ഞ എ.ആർ. റഹ്മാനും ശിവമണിയൊക്കെ ഉള്ളതുകൊണ്ടാണെന്ന് പറയും. ഇവരുടെ ഒരു ഗ്യാങ് ആയിരുന്നു എ.ആർ. റഹ്മാനും ശിവമണിയും. അതുപോലെ തന്നെ സുരേഷ് പീറ്റേഴ്സ് ഉണ്ട്. പിന്നെ വേറെ കുറച്ച് പേരുണ്ട്. ഇവർക്കൊരു ബാൻഡൊക്കെ അന്ന് ഉണ്ടായിരുന്നു. അപ്പം അന്ന് ഈ പറഞ്ഞ പോലെ എ.ആർ. റഹ്മാൻ്റെയൊക്കെ വീട്ടിൽ, മദ്രാസിലെ എ.ആർ. റഹ്മാൻ്റെയൊക്കെ ഒരു വീടിൻ്റെ ടെറസിൻ്റെ മേളിലൊക്കെ ഇരുന്ന് ഇവരുടെയൊക്കെ സ്ഥിരം സങ്കേതം. അവിടെ വെച്ചാണ് ഇവരുടെ മ്യൂസിക് സ്വപ്നങ്ങളൊക്കെ പങ്കുവെച്ചിരുന്നത്. അന്ന് എ.ആർ. റഹ്മാൻ്റെ അമ്മ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും. അവിടെ തന്നെ കിടന്നുറങ്ങും. അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ എ.ആർ. റഹ്മാൻ്റെ സഹോദരിക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞപ്പോൾ അന്നൊരു ഈ പറഞ്ഞ ഒരു മുസ്ലിം നമ്മൾ സൂഫി എന്നൊക്കെ പറയുന്ന അങ്ങനെ അദ്ദേഹം ട്രീറ്റ് ചെയ്തു. പിന്നെ അങ്ങനെ ഒരു എ.ആർ. റഹ്മാൻ ഒരു ഇസ്ലാം മതത്തിലോട്ടൊരു വിശ്വാസം വരികയും അങ്ങനെ എ.ആർ. റഹ്മാൻ ഇസ്ലാമായിട്ട് അവർ കുടുംബം മുഴുവനും കൺവേർട്ട് ആവുകയാണ് ചെയ്തത്. അതിനുശേഷമുള്ള ഇദ്ദേഹത്തിൻ്റെ ഒരു ജീവിതം, അതായത് ഇദ്ദേഹം ഒരിക്കലും പഴയ ദിലീപ് എന്ന് പറയുന്ന ഒരു പേര് പറയാറില്ല. ഇദ്ദേഹം അതൊരു കഴിഞ്ഞ ജന്മം എന്ന രീതിയിലാണ് അദ്ദേഹം കണക്കാക്കിയിരുന്നത്. പിന്നീട് എ.ആർ. റഹ്മാൻ ആയ ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതം വളരെ ചിട്ടയായി, അതായത് ഇന്നും അദ്ദേഹം ആ ഒരു ചിട്ടയായിട്ടുള്ള ജീവിതം തന്നെയാണ് അദ്ദേഹം നയിച്ചു പോകുന്നത്. കാരണം നിസ്കാരമായാലും അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, എല്ലാവരോടുള്ള ഒരു പെരുമാറ്റമായാലും, പിന്നെ വളരെയധികം ചാരിറ്റി ചെയ്യുന്നതാണ് അദ്ദേഹം. എപ്പോഴും ഉമ്മയും പെങ്ങളും ഒക്കെ പോയിട്ട് അവിടുത്തെ ഒരു ഓർഫനേജിലായാലും പ്രായമായിട്ടുള്ള ആളുകൾക്ക് എന്താ പറയുക അവിടെ ഭക്ഷണം കൊടുക്കുന്നതും ഒരുപാട് ചാരിറ്റി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എ.ആർ. റഹ്മാൻ. പിന്നെ അതുവരെ ഉണ്ടായിരുന്ന ഒരു എന്താ പറയുക മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ ഒരു സങ്കല്പം തന്നെ
മാറ്റിമറിച്ച ഒരു വ്യക്തിയാണ് എ റഹ്മാൻ. പിന്നെ നമുക്ക് എ റഹ്മാനെ കുറിച്ച് കേട്ടിട്ടുള്ള അദ്ദേഹം രാത്രിയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ തമാശ രൂപേണയൊക്കെ ഇന്നത്തെ പല യുവ മ്യൂസിക് ഡയറക്ടേഴ്സൊക്കെ പലപ്പോഴും എ റഹ്മാൻ്റെ പോലെ എന്നൊക്കെ നമ്മൾ ചില സിനിമയിലൊക്കെ കണ്ടിട്ടൊക്കെ ഉണ്ട്. രാത്രി ഉറക്കമൊഴിക്കും, അത് എ റഹ്മാനെ പോലെ ആവാൻ. ശരിക്കും എ റഹ്മാൻ തന്നെ പിന്നീട് എവിടെയോ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അതായത് അന്ന് എ റഹ്മാൻ ഇളയരാജയുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ പകല് മുഴുവനും ഇളയരാജയുടെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യും. പിന്നീട് ഇദ്ദേഹം ജിംഗിൾസ്, നമുക്കറിയാം പരസ്യത്തിലൂടെയാണ് എ റഹ്മാന്റെ തുടക്കം സിനിമയിൽ വരുന്നതിന് മുമ്പ്. അപ്പോൾ ജിംഗിൾസ് ഒക്കെ ചെയ്തിരുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെതായ ഒരു സമയം കിട്ടിയിരുന്നത്, സ്വന്തം വർക്കുകൾ ചെയ്യാൻ ഒരു സമയം കിട്ടിയിരുന്നത് രാത്രിയായിരുന്നു. അപ്പോൾ പകല് മുഴുവൻ ഇളയരാജയുടെ കൂടെ വർക്ക് ചെയ്തിട്ട് രാത്രി സ്വന്തം കാര്യത്തിനിരിക്കും. പിന്നീട് അത് അദ്ദേഹത്തിൻ്റെ ഒരു റൂട്ടീനായി മാറി. ഇന്നും ഇളയരാജയുടെ ഒരു സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ ഒരു രാത്രി ആകുമ്പോൾ തുടങ്ങും. രാവിലെ ഇദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ സ്കൂളിലൊക്കെ, ഇന്ന് മക്കളൊക്കെ വലുതായി, അന്നൊക്കെ പറഞ്ഞിരുന്ന മക്കൾ സ്കൂളിൽ പോകുന്ന ഒരു സമയമാകുമ്പോഴായിരിക്കും ഇദ്ദേഹം വീട്ടിലെത്തിയിട്ട് കിടന്നുറങ്ങുന്നത്. അപ്പോൾ ഇത് റൂട്ടീൻ അങ്ങനെയാണ്. അതായത് ഞാൻ ഏതൊരു സംവിധായകൻ എവിടെയോ പറഞ്ഞത് ഞാൻ വായിച്ചിട്ടുണ്ട്. രാവിലെ 6 മണി ആ ഒരു സമയത്തൊക്കെ എ റഹ്മാൻ്റെ സ്റ്റുഡിയോയിൽ ഇരിക്കുമ്പോൾ എ റഹ്മാൻ്റെ അമ്മ അവിടെ വന്ന് ബിരിയാണിയൊക്കെ ആയിട്ടായിരിക്കും വരുന്നത്, മട്ടൻ ബിരിയാണി ആയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കൊക്കെ നോർമലി രാവിലെ എന്ന് പറയുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ ഈ സംവിധായകൻ ചോദിക്കുമോ ഞാൻ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എങ്ങനെ കഴിക്കുന്നത് പറയുമ്പോൾ എ റഹ്മാൻ അതിന് ഡിന്നറാണ്. അദ്ദേഹം അത് കഴിച്ചിട്ടാണ് പോയി കിടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ദിവസം തുടങ്ങുന്നത് വൈകുന്നേരം അല്ലെങ്കിൽ സന്ധ്യ കഴിഞ്ഞ് രാത്രിയൊക്കെ ആകുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം തുടങ്ങുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ജിംഗിൾസും കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു എ റഹ്മാൻ്റെ ഒരു തുടക്കം. പിന്നീടാണ് മണിരത്നം റോജ എന്നുള്ള സിനിമയിലൂടെ കൊണ്ടുവരുന്നത്. അപ്പോൾ അന്ന് ശരിക്കും എ റഹ്മാന് സിനിമയിൽ പോകണോ വേണ്ടയോ എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. കാരണം ജിംഗിൾസിൽ ബിസിയാണ്, അതിൽ അത്യാവശ്യം വരുമാനം കിട്ടുന്നുണ്ട്. അപ്പൊ അന്ന് മണിരത്നത്തിന്റെ തന്നെ മറ്റൊരു സുഹൃത്ത്, ആ ഒരു സുഹൃത്തിനെയാണ് ആദ്യം ആലോചിച്ചിരുന്നത് ഇതിൽ റോജയിലേക്ക് വേണ്ടി. പക്ഷെ ആ ഒരു സുഹൃത്തിന് മറ്റ് കമ്മിറ്റ്മെന്റ് ഉള്ള കാരണമാണ് പിന്നീട് എ റഹ്മാനിലേക്ക് എത്തിയത്. അപ്പൊ അന്ന് ഈ പറഞ്ഞ പോലെ എ റഹ്മാൻ അന്ന് വേറെ എന്തോ ഒരു ആൽബത്തിന് വേണ്ടി ചെയ്തു വെച്ചിരുന്ന ഒരു പാട്ട്, അത് തമിഴ എന്ന് പറയുന്ന ഒരു സോങ്, അതാദ്യം കേൾപ്പിച്ചു. പിന്നീട് മണിരത്നത്തിന്റെ കൂടെ ഇരുന്ന് വർക്ക് ചെയ്തിട്ടാണ് റോജയിലെ പാട്ടുകളൊക്കെ ഉണ്ടാക്കിയത്. അത് ഒറ്റ പാട്ട് കൊണ്ട് അല്ലെങ്കിൽ ഒരൊറ്റ ആൽബം കൊണ്ട്, ആ ഒരൊറ്റ സിനിമ കൊണ്ട് എ റഹ്മാൻ ഒരു സെൻസേഷനായി മാറി. അത് ഇന്ത്യ മുഴുവനും അറിയപ്പെടുന്ന ഒരു സെൻസേഷനായി മാറിയുന്നുണ്ട്. അതിന് മുമ്പ് നമുക്കറിയാം ഇളയരാജയുണ്ട്. ഇളയരാജ തന്നെയാണ് മ്യൂസിക്കിലെ ഒരു ദൈവം എന്ന് പറയാവുന്നത്. അത് ഏറ്റവും പ്രതിഫലം വാങ്ങിയിരുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ ഇളയരാജ തന്നെയായിരുന്നു. പക്ഷേ എ റഹ്മാൻ്റെ ഒരു വരവോട് കൂടി ശരിക്ക് നമുക്ക് പറയാം, അതായത് ഇളയരാജയുടെ ജീവിതം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എ റഹ്മാന് മുമ്പും എ റഹ്മാന് ശേഷം, എ റഹ്മാന്റെ വരവിന് ശേഷം, അങ്ങനെയും ഇളയരാജയുടെ ജീവിതത്തിൽ നമുക്ക് പറയാം. കാരണം ഒരു കോമ്പറ്റീഷൻ തന്നെയായി മാറിയിരുന്നു. ഒരു ശിഷ്യം വന്ന് വേറൊരു തരത്തിലാണ്. പക്ഷെ ഒരിക്കലും നമുക്ക് ഇളയരാജയുടെ ഒരു എന്താ പറയുക ടൈപ്പ് ഓഫ് മ്യൂസിക് അല്ല. ഇളയരാജ കുറച്ചും കൂടി ഗ്രാമീണ തരത്തിലുള്ള മ്യൂസിക്കുകളുണ്ട്. എ റഹ്മാൻ മറ്റൊരു തരത്തിലാണ്. അങ്ങനെ റോജ കഴിഞ്ഞു, പിന്നീട് ഒരു ജെന്റിൽമാൻ, കാതലൻ, ഇതൊക്കെ എന്താ പറയുക മൊത്തം ബ്രേക്ക് ചെയ്താണ്. ഒരു റൂൾസ് ഒക്കെ ബ്രേക്ക് ചെയ്യാന്ന് നമ്മൾ പറയുമല്ലോ. കാരണം മുക്കാബല, ചിക്ക് ബുക്ക് റെയില്, ഇങ്ങനെയൊക്കെ ഒരു വലിയ അർത്ഥമൊന്നും ഇല്ലാത്ത വരികൾ. ഇതിൽ പല വരികളും എ റഹ്മാൻ തന്നെയാണ് ഇട്ടിരുന്നത്. കാരണം ഇദ്ദേഹം ജിംഗിൾസിലായതുകൊണ്ട് എ റഹ്മാൻ പറഞ്ഞത് ജിംഗിൾ എന്ന് പറയുമ്പോൾ ഒരു 2 വരി 3 വരിയിലുള്ള ഋതമിക്കായിട്ടുള്ള വാക്കുകൾ വേണം. അപ്പോൾ പല ജിംഗിൾസിനും എ റഹ്മാൻ തന്നെ അങ്ങനെ കുറെ വാക്കുകൾ ഇടും. ഇത് അദ്ദേഹം സിനിമയിൽ വന്നപ്പോഴും ഈ പറഞ്ഞ പോലെ മുക്കാബല, ചിക്ക് ബുക്ക് റെയില്, അതായത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് അട്രാക്ഷൻ തോന്നണം, റിപ്പീറ്റ് ആയിട്ട് കേൾക്കാൻ തോന്നണം. ആ ഒരു ഐഡിയ എ റഹ്മാനാണ് കൊണ്ടുവന്നത്. അത് മറ്റൊരു മ്യൂസിക് ഡയറക്ടേഴ്സിന് ഇല്ലാത്ത ഒരു കഴിവാണ്. പിന്നെ എ റഹ്മാന്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം ഒരു പരസ്യ സംവിധായകൻ, ഞാൻ ഒരു പേര് മറന്നുപോയി, അവർ താമസിച്ചിരുന്ന ഒരു റെയിൽവേ ട്രാക്കിന് അടുത്തൊരു വീട്ടിലായിരുന്നു. അപ്പോൾ പലപ്പോഴും എ റഹ്മാൻ ആ വീട്ടിൽ പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ ട്രെയിൻ അതുവഴി പോകുമ്പോൾ ട്രെയിനിൻ്റെ ഒരു ഋതം, ആ ഒരു എന്താ പറയുക ട്രെയിൻ പോകുന്ന ഒരു ശബ്ദം, ഈ ഒരു ഋതം മനസ്സിലുണ്ടായിരുന്നു. അതാണ് ചിക്ക് ബുക്ക് എന്ന് പറഞ്ഞ പാട്ടിന് ഇൻസ്പയർ അത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ അദ്ദേഹം കേട്ടിട്ടുള്ള പല കാര്യങ്ങൾ വെച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ പല മ്യൂസിക്കുകൾ അദ്ദേഹം ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ മറ്റ് സംവിധായകരെ പോലെ എന്താ പറയുക ഇളയരാജു അല്ലെങ്കിൽ അതുവരെയുള്ള സംഗീത സംവിധായകരൊക്കെ ഗായകരെല്ലാവരും ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ ഒരു ഫ്ലോയിലാണ് മ്യൂസിക് ചെയ്തിരുന്നത്. പക്ഷെ എ റഹ്മാൻ ഇതൊക്കെ പൊളിച്ചെഴുതിയ ഒരാളാണ്. ഇദ്ദേഹം പല ഗായകരും പല സമയങ്ങളിൽ, ചിലപ്പോൾ പിന്നെ ചാൻസ് വെച്ചിട്ട് വരുന്ന പല ആളുകൾ, പാടാൻ താല്പര്യമായിട്ട് വരുന്ന പല പുതുമുഖമായിട്ടുള്ള പല ഗായകരൊക്കെ അവരെ വിളിക്കും. ചിലപ്പോൾ അവരെ കൊണ്ട് എന്തെങ്കിലും ഒരു ബിറ്റായിരിക്കും പാടിപ്പിക്കുക. പിന്നെ ചിലപ്പോൾ KS ചിത്രയോ അല്ലെങ്കിൽ SPBയോ വേറെ എന്തെങ്കിലും ഒരു ദിവസം വിളിച്ചിട്ട് ചെറിയ ബിറ്റ് അടിപ്പിക്കും. അങ്ങനെ പലവരെയും പല സമയത്ത് കൊണ്ടുവന്ന് പാടിപ്പിക്കും. പല രീതിയിൽ മ്യൂസിക് പല സമയങ്ങൾ ചെയ്ത് ഇതെല്ലാം കൂടി ക്ലബ്ബ് ചെയ്തിട്ട് ഒരു ഔട്ട് ഇറക്കുന്ന ഒരാളാണ് എ റഹ്മാൻ. പിന്നെ മണിരത്നം പറയാറുണ്ട് എ റഹ്മാനെ കുറിച്ച്. എ റഹ്മാൻ ഒരു പാട്ട് ചെയ്ത് കഴിഞ്ഞാൽ എ റഹ്മാനോട് മാത്രം എപ്പോൾ തരുമെന്ന് ചോദിക്കാൻ പറ്റില്ല. എ റഹ്മാൻ തൃപ്തിയാകുമ്പോൾ കൊടുക്കും. മണിരത്നം അത് കേട്ട് മണിരത്നം ടീമൊക്കെ കേട്ടിട്ട് തൃപ്തിയായി കഴിഞ്ഞാൽ ഓക്കെ പറയും. ഇല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ എ റഹ്മാനോട് പറയും. ഇങ്ങനെ ഭയങ്കര ഒരു ബോണ്ടിങ് ഉണ്ട്. എനിക്ക് തോന്നുന്നു മണിരത്നം എ റഹ്മാൻ കോംബോ പോലെ വേറൊരു കോംബോ അല്ല. കാരണം അതുവരെ മണിരത്നത്തിന്റെ തുടക്കാലത്തെ സിനിമ മുതൽ ദളപതി വരെ
വർക്ക് ചെയ്തത് ഇളയരാജയായിരുന്നു. അതിനുശേഷം റോജ മുതൽ ഒരുപാട് ഇത്ര കാലം വരെ എനിക്കൊരു എ ആർ റഹ്മാൻ ഇല്ലാതെ മണിരത്നം ഒരു സിനിമ ചെയ്തിട്ടില്ല. വല്ലാത്തൊരു ബോണ്ടിങ് ആണ് അവർ തമ്മിലുള്ളത്. നമുക്കറിയാം എവിടെയോ വരെത്തി, ഓസ്കാർ അവാർഡ് വരെത്തി. ഇതിനുശേഷം അദ്ദേഹത്തിൻ്റെ റോജ കഴിഞ്ഞിട്ട് മലയാളത്തിൽ ചെയ്തു. അന്ന് യോധയാണ് ചെയ്തത്. യോധ കഴിഞ്ഞ് പിന്നെ കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ മലയും കുഞ്ഞെന്ന് പറഞ്ഞ സിനിമയിൽ കണ്ടത്. പിന്നെ ആടുജീവിതത്തിൽ കണ്ടു. അത്രയധികം തിരക്കായിട്ട് പോകുന്നുണ്ട്. പക്ഷേ എന്ത് തിരക്കുണ്ടെങ്കിൽ പോലും വളരെ വിനയത്തോടു കൂടി പെരുമാറുന്നതാണ്. അത് പല ആളുകൾ പറയാറുണ്ട്. നമ്മൾ ഒരിക്കൽ ഗുഡ് നൈറ്റ് മോഹൻ, പണ്ട് എ ആർ റഹ്മാന്റെ ഒരു ഹിന്ദി സിനിമ, രംഗീലയ്ക്ക് മുമ്പ് എ ആർ റഹ്മാന്റെ ആദ്യത്തെ സിനിമ ആവേണ്ടതായിരുന്നു. ആ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്ത് ഗുഡ് നൈറ്റ് മോഹനായിരുന്നു. ആ ഒരു ബന്ധം വെച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഗുഡ് നൈറ്റ് മോഹനെ ഒരിക്കൽ എ ആർ റഹ്മാനെ മദ്രാസിൽ പോയി നേരെ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ പല ടോപ്പ് ഡയറക്ടേഴ്സിന് പോലും അപ്പോയിൻമെന്റ് കിട്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയിൽ ഗുഡ് നൈറ്റ് മോഹൻ ചെന്ന് കഴിഞ്ഞപ്പോൾ എ ആർ റഹ്മാൻ കാണാൻ സമ്മതിച്ചു. എന്നിട്ട് അന്ന് വെള്ളിത്തിര എന്ന് പറഞ്ഞ ഗുഡ് നൈറ്റ് മോഹൻ പ്രൊഡ്യൂസ് ചെയ്ത മലയാള സിനിമയുടെ ഒരു ഓഡിയോ ലോഞ്ച്, അന്ന് അൽഫോൺസ് ആണ് എൻ്റെ മ്യൂസിക് ഡയറക്ടർ. അതിനൊരു ചീഫ് ഗസ്റ്റ് ആയിട്ട് വരണം എന്ന് പറഞ്ഞപ്പോൾ എ ആർ റഹ്മാൻ വന്നു. അന്ന് എ ആർ റഹ്മാൻ വന്നിട്ട് എ ആർ റഹ്മാനെ ഇവിടുത്തെ പള്ളിയിൽ നിസ്കരിക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ സംഗീത സംവിധായകനും നടനൊക്കെ നാദൃശയാണ് കൂടെ പോയത്. എന്നിട്ട് നമ്മളതിന് മുമ്പൊരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നാദൃശ എ ആർ റഹ്മാനെ കൊണ്ട് പള്ളിയിൽ പോയി കഴിഞ്ഞപ്പോൾ നാദൃശയ്ക്കും അതൊരു ഫാൻ ബോയ് മൊമെന്റ് ആയിരുന്നു. പക്ഷെ ആ പള്ളിയിലെ അന്ന് അവിടെയുള്ള ഒരു പ്രായമായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് എ ആർ റഹ്മാനെ കണ്ടിട്ട് മനസ്സിലായിട്ടില്ല. പക്ഷെ അദ്ദേഹം എന്നിട്ട് എന്തോ ഒരു മോശമായിട്ടൊന്നും എ ആർ റഹ്മാനോട് എന്തോ ചോദിച്ചു. പക്ഷേ എ ആർ റഹ്മാൻ അതൊക്കെ എൻജോയ് ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും എ ആർ റഹ്മാൻ്റെ ഒരുപാട് പാട്ടുകളുണ്ട്. നമുക്ക് ഇന്ന് അതിന് ശേഷം ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സ് വന്നെങ്കിലും എ ആർ റഹ്മാൻ്റെതായ ഒരു ടൈപ്പ് ഓഫ് പാട്ടുകളൊക്കെ ആയിട്ടാണ് ഇപ്പോഴും പോകുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നമുക്കറിയാം പൊന്നിയിൻ സെൽവൻ എന്ന് പറയുന്ന ഒരു സിനിമയൊക്കെ ഗംഭീരമായിട്ട് തന്നെയാണ് ചെയ്തത്. അതിൻ്റെ എനിക്കൂടെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർസിനൊക്കെയാണ് തോന്നുന്നു അതിൻ്റെ നാഷണൽ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു 7 തവണ എന്തോ നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് തവണ സ്റ്റേറ്റ് അവാർഡ്സ് കിട്ടിയിട്ടുള്ള നടനാണ് മ്യൂസിക് ഡയറക്ടറാണ് എ ആർ റഹ്മാൻ. എ ആർ റഹ്മാൻ്റെ മരുമകനാണ് ജി വി പ്രകാശും വളരെ ചെറുപ്പത്തിൽ എ ആർ റഹ്മാൻ്റെ സിനിമകളിലൊക്കെ കുട്ടിയായിരിക്കുമ്പോൾ പാടി തുടങ്ങിയതാണ്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എ ആർ റഹ്മാൻ്റെ പാട്ടുകൾ ഒരുപാടുണ്ടാവും. അതിൽ നിങ്ങളുടെ ഒരു ഫേവറേറ്റ് ഒരു 5 എണ്ണം നിങ്ങൾ നമുക്ക് കമൻറ്റ് ചെയ്യാം.